തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അങ്ങേ നുണയെന്നാണ് ഇടതുപക്ഷം വിശേഷിപ്പിച്ചത്. അല്ല, അതെന്തുകൊണ്ടാണ് നിങ്ങളത് ആലോചിക്കുക? എന്തുകൊണ്ടാണ്? ഞാൻ എങ്ങനെയുള്ള അറിയപ്പെട്ടിരുന്ന ആളാണ്. എനിക്ക് ഒന്നും അറിയാത്ത ആളാണ്. ഞാൻ ഗൃഹപാഠം ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ പഠിച്ചു വന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊരു ഡേറ്റയുടെ പിൻബലം എപ്പോഴും ഉണ്ടാവും. പഠിച്ചിട്ടേ പറയുള്ളൂ. 4,43,000 വീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെച്ചെന്ന് പറയുമ്പോൾ ഈ മുഖ്യമന്ത്രിയല്ലേ ഫേസ്ബുക്കിൽ എഴുതിയത് 4,000 വീടേ വെച്ചുള്ളൂ അല്ലേ? പച്ചക്കള്ള ആരാ പറഞ്ഞത്? എൻ്റെ പുറകിൽ ഡേറ്റയുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങളായ AK ബാലനും KT ജലീലും ഞങ്ങൾക്ക് നിയമസഭയിൽ ചോദിച്ച് തന്ന ഉത്തരത്തിൻ്റെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വെച്ചോടുകൂടി മുഖ്യമന്ത്രി കണ്ടം വഴി ഓടിയല്ല. മുഖ്യമന്ത്രി കണ്ടം വഴി കുട്ടികൾ ഓടിയല്ല. മുഖ്യമന്ത്രി ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാകുമായിരുന്നെങ്കിൽ മലർത്തിയടിക്കുമായിരുന്നു. അല്ല, ഈ കാര്യമൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ആരോ ഉപദേശം കൊടുത്തു വേണ്ടാത്ത പണിക്ക് പോകേണ്ടതാണ്. കാരണം ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി എന്ത് പറയും? നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം ഉണ്ടായില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. നുണയല്ലേ? ഇത് പറയും. നുണയാണെന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ വീഡിയോ ക്ലിപ്പ് എടുക്കും. RSSൻ്റെ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എടുക്കും. പെൻഷൻ്റെ കാര്യം പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എടുക്കും. ഗണേശനെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ഗണേശനെ കഷ്ടത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ. ഗണേശൻ അതിനേക്കാൾ ഗുരുതരമായ ആരോപണം വന്നപ്പോൾ പറയുക കുടുംബ പ്രശ്നമാണെന്ന്. ഇരട്ടത്താപ്പിൻ്റെ ആൾരൂപമല്ല മുഖ്യമന്ത്രി. നമുക്കറിയപ്പെടാവുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പെൻഷൻ 2,500 രൂപയാക്കി കൊടുക്കുന്നു അല്ലേ? 1,600 രൂപയുടെ പെൻഷൻ. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ആരെ പറ്റിച്ചപ്പോൾ അന്നൊരു അവസാനം ഇപ്പം 2 മാസം മുമ്പ് 400 രൂപ കൂട്ടി. ഇപ്പം ഈ മാസത്തെ പെൻഷൻ കൂടി കൊടുക്കുകയാണ് 4,000 രൂപ ഒരുമിച്ച്. ഇന്നലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അവരത് മേടിച്ച് പോക്കറ്റിലിട്ട് പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്യും. കാരണം UDF 3,000 രൂപയാണ് അവർക്ക് പെൻഷൻ കൊടുക്കാൻ പോകണം. അപ്പോൾ അത് പറ്റിച്ച ജനങ്ങളെ അപ്പോൾ കബളിപ്പിച്ചിട്ടാണ് വോട്ട്. ഞങ്ങൾ വന്നാൽ ഞങ്ങൾ 2,500 രൂപ ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. ആണോ? അപ്പോൾ പറ്റിച്ചില്ലേ? റബ്ബറിന് 250 രൂപ ആക്കാമെന്ന് പറഞ്ഞല്ലോ. ആക്കിയില്ലല്ലോ. ആക്കിയില്ലല്ലോ. നെല്ല് സംഭരണം പാളി കുത്തുവാളെടുത്തില്ലേ? നെൽ കർഷകർ മുഴുവൻ വല്ലാത്ത സ്ഥിതിയിലായില്ലേ? തീരപ്രദേശത്ത് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് എവിടെ? പിന്നെ പറഞ്ഞ് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന്. ആ രാജീവ് മന്ത്രിസഭയിൽ ഇരിക്കുക. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രസംഗിച്ച നേതാക്കന്മാർ. ഇവരുടെ ഈ തട്ടിപ്പുകളെല്ലാം ഞങ്ങൾ നന്നായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇവർ പറയുന്നത് നുണകളുടെ കൊട്ടാരം പണിയാന്ന്. അപ്പോൾ എൻ്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അവസാനം നുണയനായി പിണറായി മാറി. സർക്കാരിന് ഞാൻ പാസ് മാർക്ക് കൊടുക്കില്ല. ഞാൻ 1ാം പിണറായി സർക്കാരിന് പാസ് മാർക്ക് കൊടുത്താളാം. അന്ന് എന്നോട് ഇതുപോലത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ഈ ഗവൺമെൻറ് 2ാം പിണറായി ഇത് കേരളം കണ്ട ദ മോസ്റ്റ് ഇനഫിഷ്യൻറ്റ് ഗവൺമെൻറ് കേരള ഹാസ് എവർ സീൻ. കേരളം കണ്ട ഏറ്റവും മോശം ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഞാൻ 1ാം പിണറായിയെക്കുറിച്ച് അത് പറഞ്ഞില്ല. ഇത് കേരളം കണ്ട ഏറ്റവും മോശം ഗവൺമെൻറ് അതാണ്. ഉറപ്പല്ലേ? അതല്ലേ ഞാൻ 100ൽ നിൽക്കുന്നത്. നിങ്ങളാരും 100ൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ. നിങ്ങളുടെ കുറേ സർവേകളൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നെ. ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ നോക്കും. ഞാൻ ഓരോ സർവേയൊക്കെ കണ്ടിട്ട് ഞാൻ ചിരിച്ചുപോയി. ഭയങ്കര വിഷമിച്ച് അതിയുടെ ഭൂരിപക്ഷം തരുമോ UDFന്? വിഷമിച്ച് ഒരു സൈലന്റ് തരംഗം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. സൈലന്റ് അല്ല, എവിഡൻ്റ് ആയിട്ടുള്ള തരംഗമുണ്ട്. ഒരു സൈലൻറ്റും ഇല്ല. ജനങ്ങൾ നിൽക്കുവാണ്. സുനാമി പോലത്തെ ഒരു തരംഗം വരും. ഞാൻ പറഞ്ഞില്ല, എറണാകുളം എത്തുമ്പോഴേക്കും കാസർഗോഡ് നിന്ന് എറണാകുളത്ത് എത്തുമ്പോൾ UDFന് ഭൂരിപക്ഷവും ബാക്കിയുള്ളത് എൻ്റെ 100ലേക്ക് പോകുമായിരിക്കും. തെക്കോട്ട് എണ്ണുമ്പോൾ മണ്ഡലത്തിലെ പുറത്തേക്ക് വിടാതെ പൂട്ടിയിടും. അതായത് അതിനൊക്കെ സ്ഥാനാർത്ഥിയാണ് മറുവശത്ത് നിർത്തിയിരിക്കുന്നതെന്നാണ് ഭരണപക്ഷം പറഞ്ഞിരുന്നത്. നിങ്ങൾ മനസ്സിലായില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം. ഇവരെന്നെ ഇവിടെ നിർത്തൂല. ബാക്കിയുള്ള ജില്ലയിലേക്ക് പോകാൻ പറയും. ഇവരെല്ലാവരും കൂടി എന്നെ ഓടിക്കുന്ന ആളാണ്, എൻ്റെ ചുറ്റും നിൽക്കുന്ന ആളിൽ. പൂട്ടിയിട്ടത് മനസ്സിലായില്ല. ഞാൻ എത്ര ജില്ലയിൽ പര്യടനം നടത്തി? ഞാൻ കാസർഗോഡ് തൊട്ട് തെക്ക് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പര്യടനം നടത്തിയില്ലേ? ഇന്ന് വെളുപ്പിനെത്തിയത് ഇടുക്കിയിൽ നിന്നും കോട്ടയത്തു നിന്നും പര്യടനം നടത്തിയിട്ടാണ്. ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്. എന്നെ ഒന്ന് പൂട്ടിയിടാൻ അതൊന്നും ആയിട്ടില്ല. അവരൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് അസൈൻമെൻറ്റാണ്, ദൗത്യമാണ് ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൽ വ്യക്തിപരമായ കാര്യങ്ങൾ വെച്ച് അവിടെ കെട്ടിക്കിടക്കുന്ന ആളല്ല ഞങ്ങൾ. അന്വേഷിച്ചു നോക്കി എത്ര മന്ത്രിമാർ അതാത് മണ്ഡലത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഞാനൊന്നും പറയുന്നില്ല. മത്സരം വരുമ്പോൾ ചിലവർ അവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഞങ്ങളെ പൂട്ടിയിടാൻ വന്ന പാർട്ടിയുടെ എത്ര മന്ത്രിമാർ മണ്ഡലത്തിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. വലിയ പ്രഗത്ഭരായ ആളുകൾ, സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ അനങ്ങിയിട്ടില്ല മണ്ഡലത്തിൽ നിന്ന്.